കുറച്ചു സമയം ഒറ്റയ്ക്കിരുന്നാ റിലാക്സ് ആവുമെന്ന് കരുതിയാ നമ്മൾ ശല്യം ചെയ്ത് മാറി നിന്നത്. എന്നിട്ട് ഇതാ കണ്ടില്ലേ, ഇപ്പോഴും കരച്ചില് തന്നെയാ. കഷ്ടം ഇവളുടെ കാര്യം. ജോലിസ്ഥലത്ത് ഇവളുടെ സാറിന്റെ വക ശിക്ഷ. ആ തെമ്മാടിയുടെ അമ്മ ഇവിടെ വന്ന് ഇവളെ തല്ലി. അതിന്റെ കൂടെ മുക്തിയുടെയും ഋതികയുടെയും കുത്തിത്തിരിപ്പ്. ഇവൾക്ക് എങ്ങനെ റിലാക്സ് ആവാൻ കഴിയും? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്ന ഇവളുടെ വിഷമം കൂടുതലേ ഉള്ളൂ. ഇവളോട് വന്ന് കിടന്ന് ഉറങ്ങാൻ പറ. ആലോചിച്ചത് മതി, വാ കിടക്കാം. അയ്യോ അയ്യോ പാർവതി, കരയില്ലേ പാർവതി? പാർവതി എന്തിനെങ്ങനെ കരയുന്നേ? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, നീ കരയല്ലേ പാർവതി? അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിട്ടാ. ഉള്ളിലെ സങ്കടം കുറയുന്നത് വരെ അവള് കരഞ്ഞോട്ടെ. അറിഞ്ഞോണ്ട് ഞാനിതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും ഈശ്വരന്മാരെന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്നാ അതെനിക്ക് മനസ്സിലാവാത്തത്. സാരമില്ല പാർവതി, ഒക്കെ ശരിയാവും. ഒളിപ്പിച്ചു വെച്ച ക്യാമറ ഞാൻ കണ്ടതാ. അയാളുടെ കയ്യില് ആ ഫോണും ഞാൻ കണ്ടതാ. അതിലുള്ള വീഡിയോകള് നാട്ടുകാർ മുഴുവൻ കണ്ട ആ സ്ത്രീകളുടെ ഒക്കെ ജീവിതം നശിച്ചു പോയില്ലേ? അങ്ങനെ സംഭവിക്കാതെ നോക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഒരു തെമ്മാടിയെ എല്ലാവരുടെയും മുന്നില് തുറന്നു കാട്ടിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നിട്ടും ആ അമ്മ എന്നെ തല്ലിയില്ലേ, ശപിച്ചില്ലേ? എനിക്കും ഉണ്ടൊരമ്മ, അച്ഛനും ചേച്ചിയും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ വിട്ടിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു കര പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ ഇവിടെ കാല് കുത്തിയത് മുതല് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ ഓരോരോ കഷ്ടപ്പാടുകള്. എന്റെ നാട്ടിലും വീട്ടിലും ദാരിദ്ര്യമുണ്ട്, ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ ആ ദാരിദ്ര്യത്തിനിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും സന്തോഷം കണ്ടെത്താൻ എനിക്ക് കഴിയാറുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ നാട് വിട്ട് ഈ നരകത്തിലേക്ക് വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവുക. അച്ഛന്റെ കടം വീട്ടാനും ചേച്ചിയുടെ കല്യാണം നടത്താനും വേണ്ടി ആ സന്തോഷമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഈ ടൗണിലേക്ക് വന്നത്. പക്ഷെ ജോലിക്ക് കയറിയ ദിവസം തന്നെ എന്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു. റോഡിൽ വെച്ച് കരുണാകരൻ സാറ് ഒരു കുട്ടിയെ വണ്ടി ഇടിച്ചു. തെറ്റ് ചെയ്തത് അയാളാ. എന്നിട്ട് ആ കുട്ടിയെയും അമ്മയെയും അയാള് വൃത്തികേടുകൾ പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ അയാളുടെ കരുണ തടിച്ചു. അന്ന് തൊട്ട് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. എല്ലാവർക്കും ഞാനിപ്പോ ശത്രുവാ. നീ എന്റെ സ്വന്തം അനിയത്തിയാന്ന് പറഞ്ഞ ജയന്തി ചേച്ചിക്ക് പോലും ഞാനിപ്പോ ശത്രുവാ. എത്ര വലിയ സങ്കടം വന്നാലും എന്നെ സമാധാനിപ്പിക്കാൻ എന്റെ നാട്ടിലൊരാളുണ്ട്. ആരാണെന്നറിയോ? എന്റെ സൈക്കിള്. അതിലിരുന്ന്
എന്റെ നാട്ടിലൂടെ ഒരു റൗണ്ട് കറങ്ങി വന്ന എന്റെ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞു പോവും. എന്നെ സമാധാനിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ സൈക്കിള് പോലും ഇല്ല. നിനക്ക് ഞങ്ങളില്ലേ? നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ഇതുപോലുള്ള ഓരോരോ സങ്കടങ്ങള്. സഹിക്കല്ലാതെ വേറെ എന്താ ചെയ്യാ? കരഞ്ഞത് മതി. എല്ലാം മറന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മനസ്സിലെ വിഷമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. വാ കിടക്കാം. വാ.